ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും എല്ലാ ദൈവകൃപയും പുതുദിവസത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ഒപ്പം എൻ്റെ സ്നേഹവന്ദനം വിനയത്തോടുകൂടി അറിയിക്കുന്നു. ഈ ദിവസം ധന്യമാക്കി ദൈവം തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ധ്യാനത്തിനായി ആവർത്തന പുസ്തകം 13-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ. ആവർത്തനം 13, 2, 3, 4 വാക്യങ്ങൾ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞും കൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. ഈ വചനം വളരെ ലെങ്തി ആയിട്ടുള്ള വചനമാണ്. എങ്കിലും ചുരുക്കത്തിൽ അതിന്റെ രക്തചുരുക്കം ഇങ്ങനെ മനസ്സിലാക്കാം. ദൈവജനത്തിന്റെ ഇടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് അന്യദൈവങ്ങളുടെ അടുക്കൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു എന്ന് പ്രവചിക്കുകയോ പറയുകയോ മുൻകൂട്ടി പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ നടക്കുന്ന അനുഭവങ്ങളെ നമുക്ക് മുൻപിൽ കാട്ടിത്തരികയോ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടേക്ക് അല്ലെങ്കിൽ നമ്മൾ ആ അന്യദേവന്മാരുടെ ഇടയിലേക്ക് പോകരുത് എന്നാണ് കർത്താവിന്റെ വചനം ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട് പോകരുത്? കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നാം ഓരോരുത്തരും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുവാൻ ദൈവം വച്ചിരിക്കുന്ന ടെസ്റ്റാണ്, പരീക്ഷയാണ് ഇത്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനും ഇല്ല. ജീവിത സാഹചര്യം വളരെ ബുദ്ധിമുട്ടിലും ക്ലേശങ്ങളിലും നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ച് ഹൈ ലെവലിലോട്ട് വലിയൊരു സമൃദ്ധിയിലേക്ക് എങ്ങനെ എത്തിപ്പെടാമെന്നുള്ള ചിന്തയും സ്വപ്നവുമാണ് മനുഷ്യനെ എപ്പോഴും നയിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അവിടങ്ങളിലായിട്ട് പല ആൾ ദൈവങ്ങളോ മറ്റനുഭവങ്ങളോ ഒക്കെ വളരുമ്പോൾ മനുഷ്യൻ അവിടെ പെട്ടെന്ന് തന്നെ സമൃദ്ധി കണ്ടെത്തുന്നതിന് വേണ്ടി ഓടിക്കൂടുന്നതും അവിടേക്ക് ഒഴുകിയെത്തുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതല്ല നമ്മുടെ വിഷയം. എങ്കിലും പ്രിയമുള്ളവരെ, വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നാം എന്തിന്റെ പിന്നാലെയാണ് സഞ്ചരിക്കുന്നത് എന്ന തിരിച്ചറിവ് ഈ വചനം നമുക്ക് ഉണ്ടാക്കി തരുന്നു. എല്ലാ അത്ഭുതങ്ങളും എല്ലാ അടയാളങ്ങളും ദൈവികമല്ല എന്നുള്ളതാണ് ഒന്നാമത് പഠിപ്പിക്കുന്നത്. അവിടെ അന്യദേവന്മാരുടെ ഇടയിലും അവിടെയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, എന്തൊക്കെയോ സംതിങ് നടക്കുന്നുണ്ട്. പക്ഷേ അവിടേക്ക് പോകരുത് എന്നുള്ളത് ദൈവത്തിന്റെ വിലക്കാണ്. പോയാൽ എന്ത് സംഭവിക്കും? ഒരു ഉദാഹരണം ഇങ്ങനെ പറയാം. നാം നമ്മുടെ വീട്ടിൽ ഒരാൾക്ക്, നമുക്ക് പരിചയമില്ലാത്ത മറ്റൊരു വ്യക്തിക്ക് നമ്മൾ അവസരം കൊടുക്കുന്നു അല്ലെങ്കിൽ ഇടം കൊടുക്കുന്നു. ആ ആൾ അവിടെ താമസിച്ചു കൊണ്ടിരിക്കെ തന്നെ ക്രമേണ നമുക്ക് നേരെ നിയന്ത്രണം ഉണ്ടാക്കുകയും നമ്മെ അടിമയാക്കി അല്ലെങ്കിൽ ദാസനാക്കി അല്ലെങ്കിൽ അവന്റെ കീഴിൽ, അധികാര പരിധിക്ക് കീഴിൽ നമ്മെ ആക്കി നമ്മെ ഒതുക്കിക്കളഞ്ഞാൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? എങ്ങനെയായിരിക്കും നമ്മുടെ പ്രതികരണം? നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം നമ്മെ പൂർണ്ണമായി അടിമപ്പെടുത്തിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് കുറ്റബോധവും സങ്കടവും വേദനയും നിരാശയും മാത്രമേ ഉളവാക്കുകയുള്ളൂ. മറ്റു യാതൊരു പ്രവൃത്തിയും അവിടെ ചെയ്യുവാൻ കഴിയാത്ത വിധം നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുപോലെ തന്നെ സർവശക്തനായ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മൾ മറ്റിടങ്ങളിൽ ഓടി വിഗ്രഹങ്ങളെ ആരാധിച്ച് അല്ലെങ്കിൽ പ്രശ്നക്കാരുടെ അടുക്കൽ പോയി മറ്റിടങ്ങളിൽ ചെന്ന് ചോദിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നടക്കേണ്ടുന്നതിന് പല ക്രിയകൾ ചെയ്ത് പല നേർച്ചകൾ നേർന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലല്ലാതെ അന്യദേവന്മാരുടെ വിജാതീയ ദേവന്മാരുടെ അടുക്കൽ പോയി ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ക്രമേണ അവർ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച് അവിടെ ഇരുന്ന് വളർന്ന് നമ്മെ അടിമയാക്കി കളയുന്ന ഒരു പ്രകൃതമാണ് അല്ലെങ്കിൽ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവം പറയുന്നത് മുൻകൂട്ടി പറയുന്നുണ്ട്. ദൈവം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കഴിവ് എന്ന വിധം പോലെ അന്യദേവന്മാരുടെ പ്രവൃത്തികളും ശക്തികളും വർദ്ധിച്ചാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായാലും അതൊരു കുടുക്കാണ്. അത് നമ്മെ ബന്ധിക്കുന്നതിനും അടിമയാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു അനുഭവമാണ് എന്നുള്ളത് നമ്മൾ പ്രഥമമായി മനസ്സിലാക്കണം. രണ്ടാമത് ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു അനുഭവമാണ്. ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുകയാണ്, പരീക്ഷിക്കുകയാണ്. അതായത് ദൈവത്തെ വിട്ട് നാം പോകുന്നുണ്ടോ എന്ന് ദൈവം നോക്കുകയാണ്. ഒന്നാമതായി അതിൽ നിന്ന് നമ്മൾ സബ് ടൈറ്റിലായി പഠിക്കാൻ പറ്റുന്നത്, ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്നു. എങ്ങനെ പരീക്ഷിക്കുന്നു അല്ലെങ്കിൽ എന്തിനു പരീക്ഷിക്കുന്നു? ആ വചനത്തിൽ തന്നെ വ്യക്തമാണ്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ വിജാതീയരുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ ഒരുത്തൻ എഴുന്നേറ്റ് അത്ഭുതങ്ങളെ അടയാളങ്ങളെ അന്യദേവന്മാരുടെ പേരിൽ അല്ലെങ്കിൽ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന
ഒരു അനുഭവം അവിടേക്ക് സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവൃത്തി അത്തരത്തിലുണ്ടാകുന്നതും അത് ദൈവം വച്ചിരിക്കുന്ന ഒരു ടെസ്റ്റാണ്. എന്തിനാണ് ആ ടെസ്റ്റ്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ. രണ്ട്, പൂർണ്ണമായ വിശ്വാസം നമുക്കുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ദൈവം ഈ ഒരു പരീക്ഷ നമുക്ക് വച്ചിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസമില്ല. എന്നാൽ പലവിധ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായാൽ ഇവിടെ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇന്നടുത്ത് പോയി, അല്ലെങ്കിൽ മറ്റൊരു ദേവന്റെ അടുത്ത് പോയി, ദേവിയുടെ അടുക്കൽ പോയി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഗ്രഹങ്ങളുടെ അടുക്കൽ പോയി, അല്ലെങ്കിൽ പ്രകൃതി ശക്തികളുടെ അടുക്കൽ പോയി, ആൾ ദൈവങ്ങളുടെ അടുക്കൽ പോയാൽ എൻ്റെ ഈ പ്രശ്നം മാറുമോ ഇല്ലയോ എന്നുള്ള ചിന്ത നമ്മിൽ വന്നാൽ, അല്ലെങ്കിൽ അതിൽ അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടു കൂടെ നിൽക്കുന്നുണ്ടോ? എത്ര പ്രതിസന്ധി വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും എൻ്റെ ദൈവം എന്നെ കരുതിക്കൊള്ളും എന്നുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയും ദൈവം ഇത്തരത്തിൽ ടെസ്റ്റ് അനുവദിക്കുവാൻ സാധ്യതയുണ്ട്. മൂന്നാമതായി പറയുന്നു, ദൈവത്തിന്റെ ദിവ്യമായ സാന്നിധ്യം അനുഭവിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും നാം നിൽക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം ഈ ടെസ്റ്റ് വയ്ക്കുന്നത്. അപ്പോൾ ഒരു സംശയം ഉണ്ടാവാം, ദൈവത്തിന് ഇത് അറിയാത്ത കാര്യമാണോ? ദൈവത്തിനൊന്നും അറിഞ്ഞുകൂടെ? ദൈവം ഇങ്ങനെ ടെസ്റ്റ് ചെയ്താണോ അറിയുന്നത്? അതിനെ വ്യക്തമായി പറയുന്നു, ദൈവം സകലവും അറിയുന്നവനാണ്, സർവ്വജ്ഞാനിയാണ്, സർവകാലത്തിലെയും ജ്ഞാനിയാണ്. അപ്പോൾ എല്ലാ കാലത്തും ഒരുപോലെ ദൈവത്തിന്റെ ജ്ഞാനം അത്യത്ഭുതമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം അറിയുന്നതിനേക്കാൾ നാം ആണ് നമ്മെ തന്നെ സ്വയം ഈ ഒരു ടെസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ തിരിച്ചറിയുവാനായിട്ട്, നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ് വലിയൊരു ബെനിഫിറ്റ്, വലിയൊരു ലാഭം. അതായത് നാം ദൈവത്തിൽ തന്നെ സമർപ്പിക്കപ്പെട്ട് നിൽക്കുന്നുവോ, അത് നമുക്ക് ചാഞ്ചാട്ടം ഉണ്ടോ, മറ്റു വഴികളിലൂടെ പോകാനുള്ള ഒരു ടെംപ്റ്റേഷൻ വരുന്നുണ്ടോ? ഒരുപക്ഷെ അങ്ങനെ വന്നാൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാം? ദൈവത്തോട് പ്രാർത്ഥിച്ച് വിനയപ്പെട്ട് മാപ്പ് പറഞ്ഞ് ആ ഒരു തലത്തിൽ നിന്ന് അങ്ങോട്ട് പോകാത്ത വിധം ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ. അപ്പോൾ ഇതറിയാൻ നമുക്ക് കഴിയും. നമുക്ക് തിരിച്ചറിവ് നൽകുന്നതിന് വേണ്ടിയും കൂടെയാണ് ദൈവം ഈ ഒരു ടെസ്റ്റ് വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, നാലാമതൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത്ഭുതങ്ങളെക്കാൾ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക്, വചനത്തിന് മുൻഗണന നൽകുന്നുണ്ടോ എന്ന് ദൈവം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവരാണ്. എന്നാൽ പരമപ്രധാനമായി അൾട്ടിമേറ്റായി ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക, ദൈവം പറയുന്ന വഴി നടക്കുക. മനുഷ്യൻ ദൈവം പറയുന്ന വചനത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്, അത്ഭുതങ്ങൾക്കാണോ അടയാളങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ശോധന. ഞെരുക്കം വരുന്നു, ബുദ്ധിമുട്ട് വരുന്നു, എന്നാൽ ദൈവവചനത്തെ മുറുകെ പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഞെരുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിലും ദൈവം നമ്മെ നടത്തുകയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നു, വചനം മുറുകെ പിടിക്കുന്നു, പക്ഷെ ഞെരുക്കം വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്ന ഒരിടം അല്ലെങ്കിൽ ചില മേഖലകൾ നമുക്ക് മുമ്പിൽ പലരാൽ അറിയുന്നു, തുറന്നു വരുന്നു. അപ്പൊ ഈ വചനത്തിനാണോ ഈ അത്ഭുത അടയാളങ്ങൾക്കാണോ നാം പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ദൈവം ഇതിലൂടെ നമ്മെ ശോധന ചെയ്യുകയാണ്. കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിച്ച എത്ര തന്നെ, അബ്രഹാമിന്റെ ജീവിതം നമുക്കറിയാമല്ലോ, ആ ലാസ്റ്റ് മൊമെന്റ് വരെ ബാലനെ, അതായത് ഇസഹാക്കിനെ ബലി നൽകുവാൻ കർത്താവ് വചനത്തിലൂടെ പറയുന്നുണ്ട്. ആ വചനത്തെ അനുസരിച്ച് അയാൾ പോകുന്നുണ്ട്. മോറിയായിൽ യാഗപീഠം പണിത് ആ കുഞ്ഞിനെ യാഗമർപ്പിക്കുന്ന ആ ലാസ്റ്റ് മൊമെന്റ്, കത്തി ഓങ്ങുന്ന ലാസ്റ്റ് മൊമെന്റ് വരെയും അയാൾ ദൈവശബ്ദം കേൾക്കുന്നില്ല. എന്നാൽ അവസാനത്തെ നിമിഷം അത് വചനം അനുസരിച്ചത് കൊണ്ട് തന്നെയാണ് അയാൾക്ക് അത്തരത്തിലൊരു അത്ഭുതം കാണുവാനും കേൾക്കുവാനും കഴിഞ്ഞത്. എന്തൊക്കെയായിരുന്നു അത്? ദൈവശബ്ദം കേൾക്കുന്നുണ്ട്, ബാലന്റെ മേൽ കൈവയ്ക്കരുതെന്ന് പറയുന്നുണ്ട്, അത് കേൾക്കുവാൻ, ആ അത്ഭുതം കേൾക്കുവാൻ സാധിച്ചു, അത്ഭുത ശബ്ദം കേൾക്കുവാൻ സാധിച്ചു. വീണ്ടും ആ മുള്ളുകൾക്കിടയിൽ, ഈ വള്ളികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന കുഞ്ഞാട്, ഒരു ആട്ടിൻകുട്ടിയെ കാണുന്നുണ്ട്, ഒരു ആടിനെ കാണുന്നുണ്ട്. അങ്ങനെ അത്ഭുതം കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത് അത്ഭുതത്തിനാണോ ദൈവവചനത്തിനാണോ മുൻഗണന നാം കൊടുക്കുന്നത് എന്ന് ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് അവസാനമായി പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ വിവേചന ശക്തിയെ വർദ്ധിപ്പിക്കും. ദൈവം നൽകിയിരിക്കുന്ന ജ്ഞാനവും വിവേചനവും ഉപയോഗിച്ച് നമുക്ക് ലോകത്തിലെ നന്മതിന്മകളെ വേർതിരിക്കുവാൻ, സെപ്പറേറ്റ് ചെയ്യാൻ, ഫിൽറ്റർ ചെയ്യുവാനായിട്ടുള്ള ഒരു പരിശീലന കളരി കൂടെയാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ. വചനത്തിൽ ആശ്രയിച്ച് നാം ജീവിക്കുന്നുണ്ടോ അതോ നല്ലതേത്, ദൈവീകമേത്, അല്ലെങ്കിൽ ജഡീകമേത്, അല്ലെങ്കിൽ പൈശാചികമേത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ആ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിശീലന കളരിയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ വ്യക്തമായിട്ട് ഈ വചനത്തിലൂടെ മനസ്സിലാക്കുക, ദൈവം നമ്മെ ചില കാര്യങ്ങളിലൊക്കെ വ്യക്തമായി നോക്കുന്നുണ്ട്. നാം എന്താണ് ചെയ്യുന്നത്, ഏതാണ് തിരഞ്ഞെടുക്കുന്നത്.
ദൈവികമായത് തിരഞ്ഞെടുക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് തന്റെ പരിജ്ഞാനവും ജ്ഞാനവും വിവേചനവും നമുക്ക് നൽകി ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.